ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് SSC GDയുടെ സ്റ്റാറ്റിക് GK ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു സെക്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്ഷൻസ് നിങ്ങൾ കണ്ടിട്ട് ഈ സെക്ഷനിലേക്ക് വരിക. മെയിനായിട്ട് നമ്മൾ PYQs ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മുൻ വർഷത്തെയും അതുപോലെ തന്നെ അതിന് മുന്നേയും ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ടോ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ സ്ക്രീനിൽ, ആ ഒരു നോട്ട് നമ്മുടെ സ്ക്രീനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്തോളുക. മെയിനായിട്ട് നിങ്ങൾക്ക് ഇനിയൊരു 3 മാസം GD എക്സാംസിന് കിട്ടുമായിരിക്കും. അപ്പോൾ ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈം ആകുമ്പോൾ എക്സാംസ് വിളിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു 3 മാസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് ആ ഒരു 3 മാസത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന സ്ട്രാറ്റജിക്കയുടെ ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആയാലും നിങ്ങൾ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഒട്ടും വൃത്തിയില്ലാത്തൊരു റൂമിൽ പോയി കിടക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് കുറച്ച് വൃത്തിയാക്കി വെച്ചാലോ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന നോട്ടും നല്ല രീതിക്ക് വൃത്തിയായിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറൊരു കളറിൽ എഴുതുക, അതുപോലെ നിങ്ങൾക്ക് മറന്നു പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ വേറൊരു കളറിൽ എഴുതുക. അങ്ങനെ വൃത്തിയായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും കൂടി കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം കൺസ്യൂം ചെയ്യാതെ നിങ്ങൾക്ക് ആ ഒരു നോട്ട് മാത്രം വായിച്ച് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നീറ്റായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പല തവണയായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ച PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സ്മാളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഏരിയ വൈസ് ഇന്ത്യയുടെ സ്മാളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്? പുതുച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ഡാം ആൻഡ് ഡ്യൂ. ഇതിലേതാണ് ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം GD എക്സാം എന്ന് പറയുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ കളയുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്? ടോട്ടൽ എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ലക്ഷദ്വീപാണ് ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, 28 സ്റ്റേറ്റ്സ് ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അതിൽ ഏറ്റവും ലാൻഡ് ഏരിയ വെച്ച് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലഡാക്ക് ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. എത്രയാണ്? 1,66,698 സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ എന്ന് പറയുന്നത്. ലക്ഷദ്വീപാണ് ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. വലുത് ഏതാണ്? ലഡാക്ക്. ചെറുത് ഏതാണ്? ലക്ഷദ്വീപ്. എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസ്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 28 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു ആർക്കിപ്പിലാഗോ ആണ്. ആർക്കിപ്പിലാഗോ എന്ന് വെച്ചാൽ എന്താണ്? ഈ ദ്വീപുകളുടെ ദ്വീപസമൂഹം, അതിനെയാണ് ആർക്കിപ്പിലാഗോ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിപ്പിലാഗോ ആണ്. എത്രയാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്? 32 സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ എന്ന് പറയുന്നത്. അതിൽ എത്ര ഐലൻഡ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഐലൻഡ്സ് ഉണ്ട്? 36 ഐലൻഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ SSC ആയാലും മറ്റേത് എക്സാംസിന് വേണമെങ്കിലും ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്ര ഐലൻഡ്സ് ഉണ്ട്? 36 ഐലൻഡ്സ് ഉണ്ട്. അതുപോലെ അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഏതാണ്? കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ. മിനിക്കോയി ആണ് സെക്കൻഡ് ലാർജസ്റ്റ് എന്താ പറയുക ഐലൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡ് മിനിക്കോയി ആണെങ്കിൽ ഫസ്റ്റ് ഏതായിരിക്കും? ആൻഡ്രോട്ട് ഐലൻഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? ആൻഡ്രോട്ട് ആണ്. മിനിക്കോയി എന്ന് നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും അല്ലേ? മൂവീസിൽ കേട്ടിട്ടുണ്ടാവും, സോങ്സിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മിനിക്കോയി ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഏതാണ്?
ഏതാണ്? ആൻഡ്രോട്ട് ഐലൻഡ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. കവരത്തിയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ലക്ഷദ്വീപും മിനിക്കോയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, 9 ഡിഗ്രി ചാനലാണ് കേട്ടോ. ഏത് ചാനലാണ്? മിനിക്കോയും അതുപോലെ തന്നെ ലക്ഷദ്വീപും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ഏത്? 9 ഡിഗ്രി ചാനൽ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, മിനിക്കോയും ലക്ഷദ്വീപും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ചാനലാണ്? 9 ഡിഗ്രി ചാനലാണ്. ഇനി 8 ഡിഗ്രി ചാനലുണ്ട്. 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതിനെ ആയിരിക്കും? ലക്ഷദ്വീപിനെയും മാൽദീവ്സിനെയാണ്. ഏതിനെയൊക്കെയാണ്? ലക്ഷദ്വീപിനെയും മാൽദീവ്സിനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ലക്ഷദ്വീപാണ്. അപ്പോൾ വലുത് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ വരും. ഏതാണ്? ലഡാക്ക് ആണ്. എത്രയാണ് അതിൻ്റെ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,66,698 സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 32 സ്ക്വയർ കിലോമീറ്റർ ആണ്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ആർക്കിപ്പെലാഗയാണ്. അതിനകത്ത് 36 ഐലൻഡ്സ് ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഐലൻഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻഡ്രോട്ട് ആണ്. സെക്കൻഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിക്കോയി ആണ്. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവരത്തി ആണ്. ആൻഡ് പിന്നെ പറയാനുള്ളത് നമുക്ക് എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്? 8 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതുപോലെ 28 സ്റ്റേറ്റ്സും ഉണ്ട്. ഇനി പറയാനുള്ളത് 9 ഡിഗ്രി ചാനൽ കൊണ്ട് മിനിക്കോയിയെ ലക്ഷദ്വീപിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 8 ഡിഗ്രി ചാനൽ കൊണ്ട് ലക്ഷദ്വീപിനെയും മാൽദീവ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇത്രയും ഫാക്ട്സ് ഓക്കെ ആണോ? നിങ്ങൾ എഴുതി നോട്ടൊക്കെ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വേരിയസ് ഇൻഡസ്ട്രിയലിസ്റ്റ് കെയിം ടുഗദർ ഇൻ 1944. ആ ഒരു വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ്? 1944 ആൻഡ് ഡ്രാഫ്റ്റഡ് എ ജോയിൻറ്റ് പ്രപ്പോസൽ ഫോർ സെറ്റിംഗ് അപ്പ് എ പ്ലാന്റ് എക്കണോമി ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ 1944 ഒരു പ്ലാന്റ് എക്കണോമി എന്ത് ചെയ്യുന്നുണ്ട്? വേരിയസ് ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫേമസ് പ്ലാനെ എന്തെന്ന് പറയുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ഏതാണ്? ഓപ്ഷൻ എ ബോംബെ പ്ലാൻ, ഓപ്ഷൻ ബി നാഷണൽ പ്ലാൻ, ഓപ്ഷൻ സി 5-year പ്ലാൻ, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയൽ പ്ലാൻ. ഇതിലേതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? 1944 ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നിട്ട് ഒരു പ്ലാനിങ് എക്കണോമി, ഇന്ത്യക്കുള്ളിൽ ഒരു പ്ലാനിങ് എക്കണോമി വേണം എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? നോക്കിയേ, നിങ്ങൾക്ക് ഏതാണ് ആൻസർ ആയിട്ട് തോന്നുന്നത്? ആൻസർ ബോംബെ പ്ലാൻ ആണ് കേട്ടോ. എന്താണ്? ബോംബെ പ്ലാൻ ആണ്. ആൻസർ ബോംബെ പ്ലാൻ ആണ്. അപ്പോൾ വേരിയസ് ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നിട്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1944 വേരിയസ് ഇൻഡസ്ട്രിയലിസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്ലാനിങ് എക്കണോമി ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ പ്ലാൻ്റെ പേരാണ് എന്ത്? ബോംബെ പ്ലാൻ. ആ പ്ലാൻ്റെ പേരെന്താണ്? ബോംബെ പ്ലാൻ എന്നാണ് അതിൻ്റെ പേര്. ഇതെന്തിനാണ് ഉണ്ടാക്കിയത്? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇതെന്ത് ചെയ്തു? വളരെ ക്രൂഷ്യലായി. എന്ന് വെച്ചാൽ ആ ഒരു പ്ലാനിങ് വളരെ അത്യാവശ്യമായിട്ട് വന്നു. അതിനുശേഷം ആ പ്ലാനിങ്ങിനെ എന്തിലേക്ക് മാറ്റി? 5-year പ്ലാനിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1944 ബോംബെ പ്ലാൻ, ഒരു പ്ലാനിങ് എക്കണോമി, നമ്മുടെ എക്കണോമി എങ്ങനെ പോകണം എന്നുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നു. ആ ഒരു സാമ്പത്തികം എങ്ങനെ പോകണം എന്നുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നു. ആ പ്ലാനിൻ്റെ പേരാണ് അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തു. ആ പ്ലാനിൻ്റെ പേരാണ് ബോംബെ പ്ലാൻ. ആ പ്ലാൻ അതിന് ശേഷം, ഇൻഡിപെൻഡൻസിന് ശേഷം വളരെ അത്യാവശ്യമായിട്ട് വന്നു. അങ്ങനെ ഒരു പ്ലാനിങ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അതെന്തായി മാറി? പിന്നീട് അത് 5-year പ്ലാൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ജോസഫ് സ്റ്റാലിനാണ് ആദ്യമായിട്ട് 5-year പ്ലാൻ സോവിയറ്റ് യൂണിയനിൽ 1928 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ 1928 സോവിയറ്റ് യൂണിയനിലാണ് ആദ്യമായിട്ട് 5-year പ്ലാൻ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബോംബെ പ്ലാനിന് ശേഷം എന്ത് ചെയ്തു? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം 1950 പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തു? 5-year പ്ലാൻ എന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ് 5-year പ്ലാൻ എന്ന് പറയുന്നത്? മെയിൻലി 5-year പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ
ഒരു ഡോക്യുമെൻ്റ് പോലെ അവർ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും രൂപയാണ് ഈ ഒരു 5 വർഷത്തേക്ക്, അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഇങ്ങനെയാണ് സാമ്പത്തികം പോകേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് ആണ് 5 ഇയർ പ്ലാൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ആ ഒരു 5 വർഷം അവർ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അവിടുത്തെ ഒരുപാട് ഒരു കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ടാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യും, ഒരു 5 ഇയർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മെയിൻലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് എല്ലാ ഇൻകവും എക്സ്പെൻഡിച്ചറും ഓക്കെ, അതിനകത്ത് മെയിനായിട്ട് വരുന്ന എല്ലാ ഇൻകവും എക്സ്പെൻഡിച്ചറും നോട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റിൽ 2 തരത്തിലുള്ള ബഡ്ജറ്റുകളുണ്ട്. നോൺ പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്, അതുപോലെ പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 ഇയർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ്, ഇൻകവും എക്സ്പെൻഡിച്ചറും എല്ലാം അതിനകത്ത് നോട്ട് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ആക്കി വെക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇയർ പ്ലാനിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനുള്ളിൽ നോൺ പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്, പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്. അപ്പോൾ നോൺ പ്ലാൻ ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയർലി റൊട്ടീനായിട്ടുള്ള ഐറ്റംസിനൊക്കെ ആ ഒരു ചെലവാണ് നോൺ പ്ലാൻ ബഡ്ജറ്റിൽ വരുന്നത്. ആൻഡ് പ്ലാൻ ബഡ്ജറ്റിൽ വരുന്നത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതാണ് പ്ലാൻഡ്. എന്തെങ്കിലും പ്രോജക്റ്റ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും പ്രോജക്റ്റ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് നടത്തണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുന്നേ പ്ലാൻഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻഡ് ബഡ്ജറ്റും ഉണ്ട്, അൺപ്ലാൻഡ് അല്ലെങ്കിൽ നോൺ പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ഇയർ പ്ലാൻ ഞാൻ പറഞ്ഞു. 5 ഇയർ പ്ലാൻ ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ഇംപ്ലിമെൻറ്റഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ആണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. ഓക്കെ, നിലവിൽ വരുന്നത് 1950. 1951 മുതൽ ഈ ഒരു 5 ഇയർ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് 2015 ആയപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഒന്നുകൂടി റിന്യൂ ചെയ്തു. ഓക്കെ, അത് അതിനുശേഷം എന്തായിട്ട് മാറി? നീതി ആയോഗായിട്ട് മാറി. നീതി ആയോഗായിട്ട് മാറി. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ഇൻ 2015 ആസ് നീതി ആയോഗ്. സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഒന്ന് റിന്യൂ ചെയ്തു. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. ഒരുപാട് ഇൻഡസ്ട്രിയാലിസിസ് ഒന്നിച്ച് വന്ന് അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്ലാനിങ് എക്കണോമി ക്രിയേറ്റ് ചെയ്തു. ആ ഒരു പ്ലാനിനെ ബോംബെ പ്ലാൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം ബോംബെ പ്ലാൻ 1944 അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 1947 ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്ലാനിങ് എക്കണോമി വേണം എന്നുള്ളതായി. അതിനുശേഷം ബോംബെ പ്ലാൻ മാറി അത് 5 ഇയർ പ്ലാനിലേക്ക് മാറി. അപ്പോൾ 5 ഇയർ പ്ലാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. അത് സോവിയറ്റ് യൂണിയനിൽ 1928 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. അതിനുശേഷം പറയാനുള്ളത് 5 ഇയർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് 5 വർഷത്തേക്കുള്ള വരവും ചെലവും ഡോക്യുമെൻ്റ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമല്ലോ. അപ്പോൾ നോൺ പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്, പ്ലാൻ ബഡ്ജറ്റും ഉണ്ട്. പ്ലാൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അടുത്ത 5 വർഷത്തേക്ക് പ്ലാൻഡ് ആയിട്ട് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ വരേണ്ട ഇൻകവും എല്ലാം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പ്ലാൻ ബഡ്ജറ്റ്. ആൻഡ് ഇയർലി ഉണ്ടാവേണ്ട റൊട്ടീൻ ചിലവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നോൺ പ്ലാൻ ബഡ്ജറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനാണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് വരുന്നത്. 1951 മുതൽ 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2015 വരെ ഈ പ്ലാനിംഗ് കമ്മീഷനാണ് വരുന്നത്. 2015 എന്ത് ചെയ്തു? നീതി ആയോഗായിട്ട് അത് റിന്യൂ ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? പെർഫെക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ GD എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ദിശ അക്കാഡമി പുതിയ GD ബാച്ച്, ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഒരു ആർമി എക്സാംസിന് താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആർമി മാൻ ആവാനാണ് അല്ലെങ്കിൽ ആർമി വുമൺ ആവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് GD എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ
നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ, ആ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇതൊരു സോഷ്യൽ മീഡിയ ആണല്ലേ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ കടന്ന് നിങ്ങൾക്ക് ദിശ അക്കാഡമിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ 350 hours പ്ലസ് ക്ലാസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കാണും, അതിൽ ലൈവ് ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ലൈവിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫാക്കൽറ്റിയോട് തന്നെ ചോദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടം ഒന്നും തന്നെ വേണ്ട. ആൻഡ് ആഫ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മെൻ്റെ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫീസ് വരുന്നത് 2999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ SSC GD പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓഫ്ലൈൻ ക്ലാസ്സസും തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ 25-ന് പുതിയ GD ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. People involved in dash sector process the primary materials and convert them into finished goods. ഓക്കെ, അപ്പോൾ പ്രൈമറി മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡായിട്ട് മാറ്റുന്നത് ഏത് സെക്ടറാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇറിഗേഷൻ സെക്ടറാണോ, എഡ്യൂക്കേഷൻ സെക്ടറാണോ, അതോ സെക്കൻഡറി സെക്ടറാണോ, പ്രൈമറി സെക്ടറാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ നിങ്ങൾക്ക് തോന്നുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ നോക്കിക്കോളുക. ഏത് സെക്ടറിലാണ് പീപ്പിൾ പ്രൈമറി മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡാക്കി മാറ്റുന്നത്? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ആ ഒരു ഇത് ഇറിഗേഷൻ ഉറപ്പായിട്ടും അല്ല, എഡ്യൂക്കേഷനും അല്ല. ഇനി പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൈമറി മെറ്റീരിയൽസിനെ ആണല്ലോ അത് ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ ഒരിക്കലും പ്രൈമറി ആയിരിക്കില്ല അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? സെക്കൻഡറി ആണ്. അപ്പോൾ സെക്കൻഡറി സെക്ടറാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഫൈനലായിട്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡായിട്ട് എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് എന്ത് സെക്ടർ എന്ന് അറിയപ്പെടുന്നുണ്ട്? സെക്കൻഡറി സെക്ടറിനെ മാനുഫാക്ചറിങ് സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്ത് സെക്ടർ? മാനുഫാക്ചറിങ് സെക്ടർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് മാനുഫാക്ചറിങ് സെക്ടർ. അത് എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? റാ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് മെറ്റീരിയൽസ് എന്ന് പറയാം? പ്രൈമറി മെറ്റീരിയൽസ് എന്ന് പറയാം. പ്രൈമറി മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡറി സെക്ടറിനകത്ത് ഓട്ടോമൊബൈൽ മാനുഫാക്ചർ, അതുപോലെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, ഇലക്ട്രോണിക് അസംബിൾസ് എല്ലാം ഏതിലാണ് വരുന്നത്? സെക്കൻഡറി സെക്ടറിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇൻഡസ്ട്രീസ് ഇൻ ദിസ് സെക്ടർ ഇൻവോൾവ് ഏതൊക്കെയാണ്? ഓട്ടോമൊബൈൽ മാനുഫാക്ചർ, അത് സെക്കൻഡറി സെക്ടറിൽ വരും. അതുപോലെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, അതും ഏതിലാണ് വരുന്നത്? സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. അതുപോലെ ഇലക്ട്രോണിക് അസംബ്ലി, അതെല്ലാം എന്താണ് വരുന്നത്? സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രൈമറി സെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന അതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പ്രൈമറി സെക്ടർ വരുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തെ ഫിനിഷ്ഡ് ആക്കി മാറ്റാനാണ് സെക്കൻഡറി സെക്ടർ ഉള്ളത്. ഇനി ഇവർ രണ്ടുപേരെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആ ഒരു പോർഷനിലാണ് എന്ത് വരുന്നത്? ടെർഷ്യറി സെക്ടർ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഈ ഒരു പ്രൈമറിയും സെക്കൻഡറിയെയും എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെർഷ്യറി സെക്ടർ. അവരിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന, മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന റാ മെറ്റീരിയൽസ്, അങ്ങനെ ആ റാ മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന സെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈമറി സെക്ടർ. അതിനുശേഷം ഈ ഒരു മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റുന്നത്, നമുക്ക് ഉപയോഗം ഉള്ള രീതിയിലേക്ക് മാറ്റുന്നത് ആരാണ്? സെക്കൻഡറി സെക്ടറാണ്. ആൻഡ് അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ടെർഷ്യറി സെക്ടറിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ നിങ്ങൾക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. The host and winner state for the Khelo India Youth Game 2020 edition is
നിങ്ങൾക്ക് സ്പോർട്സ് ചോദിക്കും. അപ്പോൾ സ്പോർട്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇയർ കറക്റ്റായിട്ട് നോക്കിക്കോളുക. ഏത് ഇയർ ആണെന്ന് നോക്കിക്കോളുക. 2020 എഡിഷൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ 2020 എഡിഷനിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഹോസ്റ്റ് ആയതാരാണ്, വിന്നർ ആയതാരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? മഹാരാഷ്ട്രയാണ് ഹോസ്റ്റും വിന്നറും എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഓപ്ഷൻ ബി ആണെങ്കിൽ ആസാം ഹോസ്റ്റ് ചെയ്യുന്നു, വിന്നർ മഹാരാഷ്ട്രയാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി ആണെങ്കിൽ മഹാരാഷ്ട്ര ഹോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ആസാം ആണ് വിന്നർ എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ആണെങ്കിൽ ഹോസ്റ്റും വിന്നറും ആസാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ? ആരാണ് 2020 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഹോസ്റ്റ് ആരാണ്, വിന്നർ ആരാണ്? ഹോസ്റ്റ് ആരാണ്? ആസാം ആണ് കേട്ടോ. ആരാണ്? ആസാം. അപ്പോൾ വിന്നർ ആരാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ. അപ്പോൾ എത്രാമത്തെ എഡിഷൻ ആണ് 2020 നടന്നതെന്നറിയാമോ? സെക്കൻഡ് എഡിഷൻ ആണ്. എത്രാമത്തെ എഡിഷൻ ആണ്? സെക്കൻഡ് എഡിഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ 2020 സെക്കൻഡ് എഡിഷൻ, 2021 തേർഡ് എഡിഷൻ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ എത്രാമത്തെ എഡിഷൻ ആണ് 2020 നടന്നിട്ടുള്ളത്? സെക്കൻഡ് എഡിഷൻ ആണ് നടന്നിട്ടുള്ളത്. മഹാരാഷ്ട്ര ആയിരുന്നു ലീഡിംഗ് ആയിട്ട് നിന്നിട്ടുള്ളത്. 107 മെഡൽസുമായിട്ടാണ് മഹാരാഷ്ട്ര ലീഡിങ് ആയിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ ഹോസ്റ്റ് ചെയ്തത് ആരാണ്? ആസാം ആണ്. വിൻ ചെയ്തത് ആരാണ്? മഹാരാഷ്ട്രയാണ്. 107 മെഡൽസുമായിട്ടാണ് വിൻ ചെയ്തിട്ടുള്ളത്. 2020 നടന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന് പറയുന്നത് സെക്കൻഡ് എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The recently released book Madam Sir narrates the story of which of the following women IPS officers? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് നല്ല കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പോൾ നോക്കിയേ, റീസെൻ്റ്ലി ഒരു ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ബുക്കിൻ്റെ പേരെന്താണെന്നാണ് പറയുന്നത്? മാഡം സർ. ബുക്കിൻ്റെ പേരെന്താണ്? മാഡം സർ. ഈ മാഡം സർ ബുക്കിനകത്ത് ആരുടെ ജീവചരിത്രമാണ് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് വുമൺ IPS ഓഫീസറിൻ്റെ കഥയാണ് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? കിരൺ ബേദി, മഞ്ജരി ജരൂഹർ, സംയുക്ത പരശ്വർ, അതുപോലെ കഞ്ചൻ ചൗധരി ഭട്ടാചാര്യ. ഇതിലേതാണ്? കിരൺ ബേദി, മഞ്ജരി ജരൂഹർ, സംയുക്ത പരശ്വർ, അതുപോലെ കഞ്ചൻ ചൗധരി ഭട്ടാചാര്യ. ഇതിലേതാണ്? നിങ്ങൾ ഇതിൽ മോസ്റ്റ്ലി കേട്ടിട്ടുണ്ടാവുക ഏതായിരിക്കും? കിരൺ ബേദി ആയിരിക്കും അല്ലേ? കിരൺ ബേദി എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഫസ്റ്റ് വുമൺ IPS ഓഫീസറാണ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? കിരൺ ബേദി ആയിരിക്കോ? കിരൺ ബേദി അല്ല കേട്ടോ. കിരൺ ബേദിയുടെ അല്ല. പിന്നെ ആരായിരിക്കും? ആരെയാണ്? മഞ്ജരി ജരൂഹറിൻ്റെ ആണ്. ആരെയാണ്? മഞ്ജരി ജരൂഹറിൻ്റെ ആണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം മാഡം സർ എന്ന് പറയുന്നത് മഞ്ജരി ജരൂഹറിൻ്റെ സ്റ്റോറിയാണ്. 34 years ഓഫ് പോലീസ് ആ ഒരു പോലീസ് ജോബിൻ്റെ 34 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്ന ഓട്ടോബയോഗ്രഫി ബുക്കാണ് മാഡം സർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മഞ്ജരി ജരൂഹർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ബീഹാറിലെ ആദ്യത്തെ IPS ഓഫീസറാണ്, അല്ലെങ്കിൽ ആദ്യത്തെ വുമൺ IPS ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? മഞ്ജരി ജരൂഹർ എന്ന് പറയുന്നത്. ഓക്കെ. മഞ്ജരി ജരൂഹർ ഈസ് നോട്ടഡ് ആസ് ദ ഫസ്റ്റ് വുമൺ IPS ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ബീഹാർ. ബീഹാറിൻ്റെ ഫസ്റ്റ് വുമൺ IPS ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മഞ്ജരി ജരൂഹർ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ബുക്കാണ്, ആളുടെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കാണ് എന്തെന്ന് പറയുന്നത്? മാഡം സർ. ഒരു 30 year ലോങ് കരിയർ ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ മഞ്ജരി ജരൂഹർ എന്ന് പറയുന്നത് ബീഹാറിലെ ആദ്യത്തെ വുമൺ IPS ഓഫീസറാണ്. അപ്പോൾ ആളുടെ ഓട്ടോബയോഗ്രഫിക്കൽ ബുക്കാണ് എന്തെന്ന്
പറയുന്നത്? മാഡം സർ എന്ന് പറയുന്നത്. എന്താണ് ബുക്കിന്റെ പേര്? മാഡം സർ എന്ന് പറയുന്നത്. അപ്പൊ കിരൺ ബേദി ആരാന്ന് നോക്കാം. കിരൺ ബേദി വെൽ നോൺ ആസ് ദ IPS ഓഫീസർ ഹു ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ. ഓക്കെ, IPSൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് വുമൺ ആണ് ആരെന്ന് പറയുന്നത്? കിരൺ ബേദി എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ നോക്കാം. സംയുക്ത പരേശ്വർ എന്ന് പറയുന്നത് ആരാണ്? ആസാമിൽ നിന്നുള്ള IPS ഓഫീസറാണ്. ആസാമിൽ നിന്നുള്ള IPS ഓഫീസറാണ് സംയുക്ത പരേശ്വർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ. കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ എന്ന് പറയുന്നത് DGP ആയിട്ടുള്ള ഫസ്റ്റ് വുമൺ IPS ഓഫീസറാണ്. ആരാണ്? DGP ആയിട്ടുള്ള ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഫസ്റ്റ് വുമൺ IPS ഓഫീസറാണ് ആരെന്ന് പറയുന്നത്? കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ആൾക്കാരെല്ലാം പരിചയപ്പെട്ടല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റീസെന്റ് മാഡം സർ എന്ന് പറയുന്ന ഒരു ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ആരുടെ കഥയാണ് നരേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആരുടെ കഥയാണ് നരേറ്റ് ചെയ്യുന്നത്? മഞ്ജരി ജരൂഹർ. ആരുടെയാണ്? മഞ്ജരി ജരൂഹറിന്റെ കഥയാണ് നരേറ്റ് ചെയ്യുന്നത്. മഞ്ജരി ജരൂഹർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ബീഹാറിലെ ഫസ്റ്റ് വുമൺ IPS ഓഫീസറാണ്. ബാക്കിയുള്ളവരെ നോക്കുകയാണെങ്കിൽ കിരൺ ബേദി നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വുമൺ IPS ഓഫീസർ ആണ് കിരൺ ബേദി എന്ന് പറയുന്നത്. ആൻഡ് സംയുക്ത പരേശ്വർ ആസാമിലെ ഒരു IPS ഓഫീസറാണ്. ആൻഡ് കാഞ്ചൻ ചൗധരി ഭട്ടാചാര്യ എന്ന് പറയുന്നത് DGP ആയിട്ടുള്ള ഫസ്റ്റ് വുമൺ IPS ഓഫീസറാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബുക്സ്, ഓതേഴ്സ്, ഫെസ്റ്റിവൽസ്, അവാർഡ്സ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്തൊരു എക്സാം കാണില്ല. മോസ്റ്റ്ലി ഇങ്ങനത്തെ ബുക്സ്, ഓതേഴ്സ്, ഫെസ്റ്റിവൽസ്, ഡാൻസ്, അതുപോലെ അതിന് കിട്ടിയ അവാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ വിച്ച് പ്രോഗ്രാം പ്രൊവൈഡ്സ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അറ്റ് സബ്സിഡൈസ്ഡ് പ്രൈസ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്? റൂറൽ ആൻഡ് അർബൻ ഏരിയാസിൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ആരാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരാണ്? ഗ്രാംദാൻ ആണോ, ബഫർ സ്റ്റോക്ക് ആണോ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണോ, അതോ ഭൂദാൻ ആണോ? ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ റൂറൽ ഏരിയാസിൽ അർബൻ ഏരിയാസിലും ഒക്കെ എന്ത് ചെയ്യുന്നത്? എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഫുഡ് ഗ്രെയിൻസ് ഒക്കെ ആ ഒരു സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് ഇന്ത്യയിൽ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് ഏതാണെന്നാ തോന്നുന്നത്? ഏതായിരിക്കും ആൻസർ? ആൻസർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഏതാണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അപ്പം ബാക്കി ഏതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ബാക്കിയുള്ളതൊക്കെ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രാംദാൻ എന്ന് പറയുന്നത്, ഗ്രാംദാനും അതുപോലെ തന്നെ താഴെ ഓപ്ഷൻ ഡി ഭൂദാനും, ഇത് രണ്ടും ഒരു മൊമെന്റാണ്. ഗ്രാംദാൻ ഭൂദാൻ മൊമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആരാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വിനോബ ഭാവെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആളാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാംദാനും അതുപോലെ തന്നെ ഭൂദാൻ എന്ന് പറയുന്ന കൺസെപ്റ്റും കൊണ്ടുവരുന്നത്. ഏകദേശം ഒരേപോലെ തന്നെയുള്ള കൺസെപ്റ്റാണ്. ഗ്രാംദാനിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാംദാനിൽ വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് വരുന്ന ഒരു വ്യക്തിയാണ് വിനോബ ഭാവെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആളെന്ത് ചെയ്തു? ലാൻഡ് ലോഡ്സിൻ്റെ ഒക്കെ എടുത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഈ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വില്ലേജേഴ്സിന് അല്ലെങ്കിൽ ഫാമേഴ്സിന് ഫ്രീ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ലാൻഡ്സ് ഒക്കെ. അപ്പോൾ അതാണ് ഗ്രാംദാൻ എന്ന് പറയുന്നത്. ഡൊണേഷൻ ഓഫ് ലാൻഡ് ഫോർ ദ കോമൺ ഗുഡ്സ്, അല്ലെങ്കിൽ ഡൊണേഷൻ ഓഫ് ലാൻഡ് ഫോർ ദ കോമൺ പീപ്പിളിന് വേണ്ടിയിട്ട് ലാൻഡ് ലോഡ്സിൻ്റെ അടുത്ത് ചെന്ന് പറയും ഇത് കണക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ഗ്രാംദാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കുറച്ചും കൂടി കൂടിയ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഭൂദാൻ എന്ന് പറയുന്നത്. ഒരു കളക്റ്റീവ് ഓഫ് എന്തായിരുന്നു? ലാൻഡ് ലോഡ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കളക്റ്റീവായിട്ട് കൾട്ടിവേറ്റ്
ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഭൂദാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാംദാൻ ഭൂദാൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ മൊമെൻ്റ് ആയിട്ടാണ്. ആരാണ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനോബ ഭാവെ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഡൊണേഷൻ ഓഫ് ലാൻഡ് ബൈ ലാൻഡ് ലോഡ്സ് ടു ലാൻഡ്ലെസ് ഫാമേഴ്സ്. രണ്ടും സെയിം തന്നെയാണ്. ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നു, ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാമേഴ്സിന് ലാൻഡ്സ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിനോബ ഭാവെ ചെന്ന് പറയുന്ന ഒരു ഇതായിരുന്നു, പ്രോഗ്രാം ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഗ്രാംദാൻ ഭൂദാൻ എന്ന് പറയുന്നത്. ഇനി ബഫർ സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഫർ സ്റ്റോക്ക് റെഫേഴ്സ് ടു ദ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ദാറ്റ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഫുഡ് സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, ഫുഡ് ഗ്രെയിൻസിൻ്റെയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻ ആണ് that was maintained by the Indian government. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വില കൂടാനും പാടില്ല, ഒരുപാട് വില കുറയാനും പാടില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും തത്തുല്യമായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഇത്രയും ആൾക്കാർക്കും ഒരേപോലെ എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ആവശ്യം നിറവേറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ഒരു സംഭവമാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സ്റ്റോക്ക് ചെയ്യും. ഫുഡ് ഗ്രെയിൻസ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഇനി അപ്പോൾ ഈ പറഞ്ഞതിൽ സബ്സിഡി നിരക്കിൽ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നത് ഏതേ ഉള്ളൂ, ഇനി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് ഓൺ ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസസ്? നിങ്ങൾ 10ലും അതുപോലെ 9ലും +1ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നാച്ചുറൽ ഗ്യാസസ് ബേൺ ചെയ്യുകയാണെങ്കിൽ ഏത് ഗ്യാസ് ആയിരിക്കും പുറത്തു വരുന്നത്, റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് ഗ്യാസ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്? 2 ബൈ പ്രോഡക്ട്സ് ആണ് ഉണ്ടാകുന്നത് നാച്ചുറൽ ഗ്യാസസ് ബേൺ ചെയ്യുമ്പോൾ. അതിൽ ഒന്നെന്ന് പറയുന്നത് വാട്ടർ വേപ്പറാണ്. രണ്ടാമത്തത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, ഓസോൺ. ഇതിലേതാണ് നിങ്ങൾ നോക്കി പറഞ്ഞേ? ഏതാണ് ആൻസർ? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ആൻസർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നാച്ചുറൽ ഗ്യാസസ്. നാച്ചുറൽ ഗ്യാസസ് ബേൺ ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് പുറത്ത് വരുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ഗ്യാസസ് ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും ആണ് എന്ത് ചെയ്യുന്നത്, ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാച്ചുറൽ ഗ്യാസസിനെ ഫോസിൽ ഗ്യാസ് അല്ലെങ്കിൽ മീഥെയിൻ ഗ്യാസ് എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ സിംപ്ലി ഗ്യാസ് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഏതാണ് നാച്ചുറൽ ഗ്യാസസ്, ഫോസിൽ ഗ്യാസസ്, മീഥെയിൻ ഗ്യാസസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ബേൺ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. ഈ തന്നിരിക്കുന്നതിൽ അപ്പോൾ ഏതാണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സിമ്പിളാന്ന് പറഞ്ഞിട്ട് ചുമ്മാ കളയരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോക്ക് ഡാൻസ് ഈസ് പെർഫോംഡ് മെയിൻലി ഇൻ ഛത്തീസ്ഗഡ്? ഛത്തീസ്ഗഡിൽ മെയിൻലി പെർഫോം ചെയ്യുന്ന ഫോക്ക് ഡാൻസ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രൗദ്ര, റൗട്ട്, ഖൽബേലിയ, ബംഗര ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്ക് നിങ്ങൾ, ഏതായിരിക്കും ആൻസർ? ഛത്തീസ്ഗഡിൽ ഏത് ഫോക്ക് ഡാൻസ് ആണ് അവർ പെർഫോം ചെയ്യുന്നത്? ഇതിലേത് ഫോക്ക് ഡാൻസ് ആയിരിക്കും ഛത്തീസ്ഗഡിൽ പെർഫോം ചെയ്യുന്നത്? നിങ്ങൾ ഓരോ സ്റ്റേറ്റിനും ഫോക്ക് ഡാൻസ് കാണും. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അറിയില്ലായിരിക്കും. അതല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ദിശ അക്കാഡമിയിൽ വന്ന് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെ അങ്ങോട്ട് പറഞ്ഞു തരും. നിങ്ങൾ കോഡ് വെച്ച് പഠിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഡ് വെച്ച് തന്നെ ഈ ഫോക്ക് ഡാൻസസ് ഒക്കെ കോഡ് വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അവസാനം കോഡ് മാത്രം ഓർമ്മ നിൽക്കുന്ന രീതിയിലായി പോകരുത്. കോഡും അതിൻ്റെ ഡീകോഡ് ചെയ്യാനും കൂടി പഠിക്കണം. അവസാനം എക്സാമിന് ചെല്ലുമ്പോൾ കോഡ് ഓർമ്മയുണ്ട്, പക്ഷേ ഡീകോഡ് ചെയ്യാൻ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. റിവിഷൻ ആണ് അവിടെ ഏറ്റവും വേണ്ടത്. അപ്പോൾ നിങ്ങൾ കോഡ് വെച്ച് തന്നെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഫോക്ക് ഡാൻസസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഛത്തീസ്ഗഡിൽ ഏത് ഫോക്ക് ഡാൻസ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ഫോക്ക് ഡാൻസ് ആണ് ഛത്തീസ്ഗഡിൽ വരുന്നത്?
ഏതാണ്? റൗട്ടാണ് കേട്ടോ. ഏതാണ്? റൗട്ടാണ് ഛത്തീസ്ഗഡിൽ പെർഫോം ചെയ്യുന്ന ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൗട്ട് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണ് റൗട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഛത്തീസ്ഗഡിലെ യാദവ് കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പെർഫോം ചെയ്യുന്നത്. കൂടുതലും മെൻ, അല്ലെങ്കിൽ ഈ ഡാൻസ് പെർഫോം ചെയ്യുന്നത് ആരാണ്? മെന്നാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാണ്, ഛത്തീസ്ഗഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ഫോക്ക് ഡാൻസ് ഏതാണ്? റൗട്ടാണ് പെർഫോം ചെയ്യുന്നത്. റൗട്ട് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ആണ്. ഛത്തീസ്ഗഡിലെ യാദവ് കമ്മ്യൂണിറ്റിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. ഡ്യൂറിങ് ഹോളി ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? യാദവ് കമ്മ്യൂണിറ്റി ഈ ഒരു ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. പെർഫോംഡ് ബൈ മെൻ ആണ് കേട്ടോ. പെർഫോംഡ് ബൈ മെൻ. ഇനി കൽബേലിയ ഫോക്ക് ഡാൻസ് എന്ന് പറയുന്നത് രാജസ്ഥാനിൻ്റെ ഫോക്ക് ഡാൻസ് ആണ്. കൽബേലിയ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? രാജസ്ഥാനിൻ്റെ ഫോക്ക് ഡാൻസ് ആണ്. അത് പെർഫോം ചെയ്യുന്നത് കൽബേലിയ ട്രൈബാണ്. പെർഫോം ചെയ്യുന്ന ആരാണ്? കൽബേലിയ ട്രൈബാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ ഫോക്ക് ഡാൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കൽബേലിയ എന്ന് പറയുന്നത്. ഇനി ബാംഗ്ര എന്ന് പറയുന്നത് എന്താണ്? ഫോക്ക് ഡാൻസ് ഫ്രം പഞ്ചാബ് ആണ് കേട്ടോ. ബാംഗ്ര എന്ന് പറയുന്നത് ഫോക്ക് ഡാൻസ് ഫ്രം പഞ്ചാബ് ആണ്. മെന്നും വുമണും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ഈ രൗദ്ര എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഡാൻസ് ആണോ? ഇതൊരു ഫോക്ക് ഡാൻസ് അല്ല കേട്ടോ. രൗദ്ര എന്ന് പറയുന്നത് ഒരു ഫോക്ക് ഡാൻസ് അല്ല. പക്ഷേ ഇത് സംസ്കൃതത്തിൽ നിന്ന് എടുത്തൊരു വാക്കാണ്. രൗദ്രം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മലയാളത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. രൗദ്രം എന്ന് പറയുന്നത് എന്താണ്? ആംഗ്രി. അപ്പോൾ ആംഗ്രി റിലേറ്റഡ് സംസ്കൃത് വേർഡാണ് എന്തെന്ന് പറയുന്നത്? രൗദ്ര എന്ന് പറയുന്നത്. അപ്പോൾ കൽബേലിയ നമ്മൾ പറഞ്ഞു, ബാംഗ്രയും നമ്മൾ പറഞ്ഞു. കൽബേലിയ ഏതാണ്? രാജസ്ഥാൻ റിലേറ്റഡ് ഫോക്ക് ഡാൻസ് ആണ്. ആൻഡ് പഞ്ചാബിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് ബാംഗ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഛത്തീസ്ഗഡിൽ ഈ ഒരു റൗട്ട് മാത്രമല്ല അവർ പെർഫോം ചെയ്യുന്നത്. ഒത്തിരി വേറെ കുറേ ഫോക്ക് ഡാൻസ് അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സൈല ഡാൻസ്. എവിടത്തെ? ഛത്തീസ്ഗഡിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് സൈല. അതുപോലെ സുവാനാച്ച, പാരറ്റ് ഡാൻസ് എന്നും പറയും. ഓക്കെ, സുവാനാച്ച എന്താണ്? സുവാനാച്ച വേറെ എന്ത് പേരിലൂടെ അറിയപ്പെടും? പാരറ്റ് ഡാൻസ് എന്നുകൂടി അറിയപ്പെടും. ഓക്കെ, ഇനി കർമ്മ ഡാൻസ് എന്ന് പറയുന്നതും എവിടത്തതാണ്? ഛത്തീസ്ഗഡിനാണ്. അപ്പോൾ സൈല, സുവാനാച്ച, കർമ്മ. ഇനി ഈ കർമ്മ ഡാൻസ് ആരാണ് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ്. ഗൊൺസ്, ഒറാൺസ്, ബൈഗാസ് തുടങ്ങിയ ആൾക്കാർ, തുടങ്ങിയ ട്രൈബ്സ് ആണ് ഇതെന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ഗൊൺസ്, ഒറാൺസ്, ബൈഗാസ് തുടങ്ങിയ ട്രൈബ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് എവിടത്തെയാണ്? ഛത്തീസ്ഗഡിൻ്റെയാണ്. അതുപോലെ പന്തി ഡാൻസ് ഛത്തീസ്ഗഡിൻ്റെയാണ്. ഗെൻഡി ഡാൻസ് ഛത്തീസ്ഗഡിൻ്റെയാണ്. പാണ്ഡവാനി ഛത്തീസ്ഗഡിൻ്റെയാണ്. റൗട്ട് നാച്ച, റൗട്ട് എവിടത്തെയാണ്? ഛത്തീസ്ഗഡിൻ്റെയാണ്. രാഹാസും ഛത്തീസ്ഗഡിൻ്റെയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സൈല, സുവാനാച്ച, കർമ്മ, പന്തി, ഗണ്ഡി, പാണ്ഡവാനി, റൗട്ട്, രഹാസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഏതൊക്കെയാണ്? സൈല, സുവാനാച്ച, കർമ്മ, പന്തി, ഗണ്ഡി, പാണ്ഡവാനി, റൗട്ട്, രഹാസ്. അപ്പോൾ ഇത്രയും ഡാൻസുകളും എവിടത്തെയാണ്? ഛത്തീസ്ഗഡിൻ്റെ ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഇനി ഏതായിരിക്കും വരിക? ചിലപ്പോൾ പന്തി ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഏതെന്ന് നിങ്ങൾ അറിയണം. ഛത്തീസ്ഗഡിൻ്റെ ഡാൻസ്, ഫോക്ക് ഡാൻസ് ആണ് പന്തി എന്നറിയണം അല്ലേ? അതുപോലെ വേറെ ഏതൊക്കെയാണ്? സൈല, സുവാനാച്ച, കർമ്മ, അതുപോലെ പന്തി, ഗണ്ഡി, പാണ്ഡവാനി, റൗട്ട് നാച്ച, രഹാസ് ഡാൻസ്. ഇത്രയും എവിടത്തെയാണ്? ഛത്തീസ്ഗഡിലെയാണ്. ഓക്കെ ആണോ നിങ്ങൾക്ക്? കൽബേലി എവിടത്തെയാണ്? രാജസ്ഥാനിൽ ഇതുപോലെ ഒരുപാട് ഫോക്ക് ഡാൻസ് ഉണ്ട്. അതുപോലെ പഞ്ചാബിലും ഉണ്ട് ഒരുപാട് ഫോക്ക് ഡാൻസ്. അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത്? ഭാംഗ്ര എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് വിത്ത് ഛൗ ഡാൻസ്? അപ്പോൾ ഛൗ ഡാൻസ് റിലേറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഛൗ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കിയേ, ഏതാ ആൻസർ എന്ന് നോക്കിയേ നിങ്ങൾ. Who among the following is related with the Chow dance? ആരായിരിക്കും?
ആരായിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ആരാണ്? ഗോപാൽ പ്രസാദ് ദൂബെയാണ് കേട്ടോ. ഗോപാൽ പ്രസാദ് ദൂബെയാണ് ചൗ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ചൗ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ഏതെന്ന് ചോദിച്ചാൽ ആരാണ്? ഗോപാൽ പ്രസാദ് ദൂബെയാണ്. ആരാണ്? ഗോപാൽ പ്രസാദ് ദൂബെ. ഓക്കെ, അപ്പോൾ ചൗ ഡാൻസ് എന്ന് പറയുന്നത് എവിടത്തെയാണ്? ഒറിജിനേറ്റഡ് ഫ്രം പർട്ടിക്കുലർലി ഇൻ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. 3 സ്റ്റേറ്റിലായിട്ട് ഉണ്ട്. ഓക്കെ, ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഈ 3 സ്റ്റേറ്റിലും ഏത് ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്? ചൗ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മാറിപ്പോവരുത്. ചൗ ഡാൻസ് 3 സ്റ്റേറ്റിലായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ജാർഖണ്ഡിൽ, വെസ്റ്റ് ബംഗാളിൽ, ഒഡീഷയിൽ ഈ 3 സ്റ്റേറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? ചൗ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഗോപാൽ പ്രസാദ് ദൂബെ എന്ന് പറയുന്നത് എവിടത്തെയാണ്? സരൈഖേല ഫ്രം ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ നമ്മൾ പറഞ്ഞല്ലോ, ജാർഖണ്ഡിൽ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയിലൊക്കെയാണ് ചൗ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അതിൽ ജാർഖണ്ഡിലെ സരൈഖേലയിൽ നിന്നാണ് ആര് വരുന്നത്? ഗോപാൽ പ്രസാദ് ദൂബെ വരുന്നത്. അദ്ദേഹം ചൗ ഡാൻസറാണ്. എന്ത് ഡാൻസറാണ്? ചൗ ഡാൻസറാണ്. ഓക്കെ, അപ്പോൾ സരൈഖേല ഫ്രം ജാർഖണ്ഡ് നിന്നുള്ള വ്യക്തിയാണ് ചൗ ഡാൻസറാണ് ആരെന്ന് പറയുന്നത്? ഗോപാൽ പ്രസാദ് ദൂബെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഗോപാൽ പ്രസാദ് ദൂബെ. അപ്പോൾ ബാക്കിയുള്ളവരെ നോക്കാം. ഗോപാൽ പ്രസാദ് ദൂബെക്ക് അതുപോലെ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പത്മശ്രീ അവാർഡിയാണ് ഗോപാൽ പ്രസാദ് ദൂബെ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉള്ളതിൽ വിദുഷി KS ജയലക്ഷ്മി എന്ന് പറയുന്നത് ഭരതനാട്യം ഡാൻസറാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നുള്ള ഭരതനാട്യം ഡാൻസറാണ് വിദുഷി KS ജയലക്ഷ്മി എന്ന് പറയുന്നത്. അതുപോലെ മെഹബൂബ് സുബാനി എന്ന് പറയുന്നത് തെലങ്കാനയിൽ നിന്നുള്ളൊരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ആര്? മെഹബൂബ് സുബാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആള് എന്തല്ല? ഡാൻസർ അല്ല. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരേണ്ട ചാൻസ് ഇല്ല. അപ്പോൾ തെലങ്കാനയിൽ നിന്നുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? മെഹബൂബ് സുബാനി എന്ന് പറയുന്നത്. അതുപോലെ സുചിത്ര എല്ലാ എന്ന് പറയുന്നത് എന്താണ്? മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഭാരത് ബയോടെക്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആണ്. ആര്? സുചിത്ര എല്ലാ എന്ന് പറയുന്നത് എവിടുത്തെ? നമ്മുടെ ഇന്ത്യയിലെ തന്നെ സയൻറ്റിസ്റ്റ് ആണ്. ആൻഡ് മെഹബൂബ് സുബാനി എന്ന് പറയുന്നത് ആള് ഇന്ത്യയിലെ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്തായാലും അല്ല അല്ലേ? അപ്പം ഭരതനാട്യം അല്ല ചോദിച്ചിരിക്കുന്നത്, ചൗ ഡാൻസ് ആണ്. ചൗ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ആരാണ്? ഗോപാൽ പ്രസാദ് ദൂബെ ആണ്. മറ്റേ ആൾ ആരാണ്? ഭരതനാട്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ? അപ്പോൾ ഒന്നുകൂടി ചോദിക്കുവാണ്, ചൗ ഡാൻസ് ഏത് സ്റ്റേറ്റ് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഇത്രയും സ്റ്റേറ്റിലും ചൗ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ബാക്കി ഗോപാൽ പ്രസാദ് ദൂബെ എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ നിന്നുള്ള ചൗ ഡാൻസറാണ്. ജാർഖണ്ഡിലെ സരൈക്കേലയിൽ നിന്നുള്ളതാണ്. പത്മശ്രീ അദ്ദേഹത്തിന് സരൈക്കേല സ്റ്റൈൽ ഓഫ് ചൗ ഡാൻസ് കളിച്ചതിനാണ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്? പത്മശ്രീ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ കുട്ടി കുട്ടി ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക, റിവിഷൻ നടത്തുക. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് സ്റ്റാറ്റിക് GK ആണ്, മെമ്മറൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബോറിംഗ് ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്യാപ്സ്യൂൾസ് ആയിട്ട് സെഷൻസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ സെഷൻസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെയിൻ പോയിന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ GD എക്സാമിന് നിങ്ങളൊരു CBT കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതൊക്കെ ഓർമ്മ ഉണ്ടാവണം. മെയിൻലി ഡാൻസസ്, ഫെസ്റ്റിവൽസ്, അവാർഡ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ മെയിൻലി ചോദിക്കുന്നതാണ്. വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകളാണ്. അതെല്ലാം നോക്കുക. സ്പോർട്സ് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് നിങ്ങൾ 10th പഠിച്ച ഓർമ്മയിൽ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ട പോലത്തെ അത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ അല്ലാതെ എടുത്തതല്ല. എല്ലാം കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അടുത്ത സെഷനിൽ അതും കൂടി പരിഗണിച്ച് നമ്മൾ ക്ലാസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.